പോ പെയ്തിറങ്ങി വാ. ഒന്ന് ചോദിച്ചേ ആ വാക്ക്. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിക്കൊണ്ട് ആ വാക്ക് ഒരിക്കൽ കൂടെ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തി. ഇരു കരങ്ങളെയും തട്ടി കർത്താവിനെ സ്തുതിച്ചാണ്. എല്ലാ കരങ്ങളെയും തട്ടി ശക്തിയോടെ ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി. ഒരിക്കൽ കൂടെ ചേർന്ന് ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ. ശക്തിയോടൊന്ന് ചോദിച്ചേ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പെന്തക്കോസ്തുനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. പെന്തക്കോസ്തുനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റ് പോലെ വീശി എന്നിൽ വാ. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റ് പോലെ വീശി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. എല്ലാ നാവിനെ ചലിപ്പിച്ച് മഴ പോലെ, മഴ പോലെ പെയ്തിറങ്ങി വാ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം ധരിച്ചുയരാൻ. കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. മഴ പോലെ ചേർന്നവേ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഏലിയാവിൻ യാഗത്തിൽ ഇറങ്ങിയ തീയേ, മുൾപ്പടപ്പിൽ മോശമേൽ ഇറങ്ങിയ തീയേ. ഏലിയാവിൻ യാഗത്തിൽ ഇറങ്ങിയ തീയേ, മുൾപ്പടപ്പിൽ മോശമേൽ ഇറങ്ങിയ തീയേ. ദേഹരൂപത്തിൽ നിറഞ്ഞിറങ്ങി വാ, ഒരു പ്രാവ് പോൽ പറന്നിറങ്ങി വാ. ദേഹരൂപത്തിൽ നിറഞ്ഞിറങ്ങി വാ, ഒരു പ്രാവ് പോൽ പറന്നിറങ്ങി വാ, മഴ പോലെ. ചോദിച്ചേ കർത്താവിനോട്. ആമേൻ. മഴ പോലെ
മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആമേൻ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പെന്തക്കോസ്തുനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. പെന്തക്കോസ്തുനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റ് പോലെ വീശിന്നിൽ വാ. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റ് പോലെ വീശിന്നിൽ വാ, മഴ പോലെ. ആമേൻ, ആമേൻ, മഴ പോലെ, ഓ മഴ പോലെ. ആമേൻ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. ആത്മശക്തിയെ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി. ചേർന്നൊരുമിച്ചാമേ. ആത്മശക്തിയെ മഴ പോലെ. ആമേൻ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. ആമേൻ. ആത്മനദിയായി ഒഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ ഇന്നു വാ. ആത്മനദിയായി ഒഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ ഇന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. പ്രാർത്ഥനയോടെ മഴ പോലെ. ആമേൻ. മഴ പോലെ. ആമേൻ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ. ആമേൻ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ. ആമേൻ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഓഹോ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ. ആമേൻ. പെന്തക്കോസ്തുനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. പെന്തക്കോസ്തുനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റ് പോലെ. അഗ്നിജ്വാല പോൽ. ആമേൻ. വീശിന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. ആമേൻ. ആത്മശക്തിയെ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ. ആഗ്രഹത്തോടെ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി
വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ. ഓ കാത്തിരിക്കുന്നിതാ ശക്തിയെ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. മഴ പോലെ ആത്മാവിന്റെ ശക്തിയെ. ആത്മനദിയായി ഒഴുകി എന്നിൽ നിന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ നിന്നു വാ. ആത്മനദിയായി ഒഴുകി എന്നിൽ നിന്നു വാ, ആത്മശക്തിയായി ഒഴുകി. ഓ ആത്മനദിയായി ഒഴുകി എന്നിൽ നിന്നു വാ, ആത്മശക്തിയായി ഒഴുകി. ഓ ആത്മനദിയായി, ആത്മശക്തിയായി. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. ഇറങ്ങി ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. ആത്മനദിയായി ഒഴുകി എന്നിൽ നിന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ നിന്നു വാ. ആത്മനദിയായി ഒഴുകി എന്നിൽ നിന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ നിന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. മഴ പോലെ, മഴ പോലെ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. Ribana, ribana la torre, ribane le rekene dure, ribane we cani a torre, ribano we cana la torre, oh ribana torre, ribane we cana la torre, ribana la torre, amen.
കവിനത്തി പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ആരും അറിയാതെ ഞങ്ങൾ തേടി വന്നു അങ്ങനെ മാറോട് ചേർത്ത ആ നല്ല സ്നേഹത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പൊ ഈ പ്രഭാതത്തിലും ജീവനോടെ നിർത്തിയ ഞങ്ങളുടെ സൃഷ്ടാവിന് എല്ലാ മഹത്വവും ഞങ്ങൾ നൽകുകയാണ്. കർത്താവ്, ഇതിനകത്ത് ഭാരത്തോടെ പ്രയാസത്തോടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവെ, ആ പ്രിയപ്പെട്ടവരുടെ ഭാരത്തെ കണ്ട് അവരോട് മനസ്സലിഞ്ഞ് അത്ഭുതം ചെയ്യുന്നൊരു പകലാക്കി കർത്താവിനെ മാറ്റുന്നതിനാൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ ദൈവമേ, പരിപാലിച്ച കർത്താവെ, മുഴുവൻ മഹത്വവും അപ്പാ ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. ഞങ്ങളുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ചേർന്ന് നല്ലൊരു ആമേൻ പറഞ്ഞാണ്. കർത്താവ് നമ്മെ ധാരാളമായി. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു ഞായറാഴ്ചയുടെ പകലുകൂടി ദൈവം നമുക്ക് ദാനമായി തന്നതുകൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമായ ഈ രാവിലെ സമയം കർത്താവിനെ ആരാധിപ്പാൻ ഭൂമിയുടെ എല്ലാ പരപ്പിലും ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വിശുദ്ധന്മാർ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ആലയത്തിൽ നമുക്ക് ഒരുമിച്ച് വന്നുകൂടി ആരാധിക്കുവാൻ ഈ സാഹചര്യം നമുക്ക് അനുകൂലമല്ലെങ്കിൽ പോലും നാം എവിടെയെല്ലാം ആയിരിക്കുന്നുവോ അവിടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ കർത്താവിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. കർത്താവിന്റെ വചനം പറയുന്നു, 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ ഞാനുണ്ട്. നമ്മുടെ നടുവിൽ കർത്താവുണ്ട്. വാസ്തവമായും ഇന്ന് നാം ഇരിക്കുന്ന ഇടത്ത്, നാം ആയിരിക്കുന്ന ഭവനങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ.
ഇതിലൂടെ ഇടുന്ന ആരാധനയോടൊപ്പം നാം ചേർന്ന് ആരാധിക്കുകയും ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിൽ നിങ്ങളുടെ വേദപുസ്തകങ്ങൾ തുറന്ന് ഒരു ബുക്കും ഒരു പേനയും എല്ലാം എടുത്തു വെച്ച് പറയുന്ന വാക്യങ്ങൾ, റെഫറൻസുകൾ അത് കുറിച്ചിട്ട് വീണ്ടും ആ തിരുവചനങ്ങൾ ധ്യാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. പിശാച് ഒരു പരിധിയിൽ നമ്മുടെ ആരാധനയും നമ്മുടെ കൂടിവരവുകളൊക്കെ നഷ്ടമാക്കിയെങ്കിലും നഷ്ടം ശത്രുവിനും ലാഭം സ്വർഗരാജ്യത്തിനുമാണ്. ഈ 21 ദിവസം ഭവനങ്ങളിൽ ഇരിക്കുന്നവർ പ്രാർത്ഥനയിൽ ബലപ്പെടുന്നു, വേദപുസ്തക വായനയിൽ അവർ ശക്തി പ്രാപിക്കുന്നു. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് രീതിയിൽ ഇത് നമുക്കൊരു അനുഗ്രഹമാണ്. ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസവും സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതുകൊണ്ട് സകല മാനവും സകല മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. നിങ്ങളായിരിക്കുന്നിടത്തെല്ലാം തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. ദൈവവചനം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥനയോടെ ദൈവിക പാദപീഠത്തിങ്കിൽ നമ്മുടെ സമയങ്ങളെ നമുക്ക് വേർതിരിക്കാം. ഇന്ന് നാം അല്പസമയം ചിന്തിക്കാൻ വേണ്ടി പോകുന്നത് റോമാലേഖനം 8-ാം അധ്യായം 28, 16, 17, 18 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഒരു തിരുവചന പഠനവുമായുള്ള ബന്ധത്തിലാണ് നമ്മൾ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വന്നു ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലയിടത്തും അത് ആവർത്തിച്ച് പറയുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയൊക്കെ ചെയ്യാൻ ഞാൻ സമയമെടുത്തു. നമുക്കെല്ലാം സുപരിചിതമായ ഒരു വേദവാക്യമാണ് റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. ദൈവമെല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു എന്നും നാം അറിയുന്നു. ഈ അറിവ് സകല കഷ്ടങ്ങളെയും അതിജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. എന്നാൽ പ്രധാനമായ കാര്യം ദൈവമാർക്കാണ് സകലവും നന്മയ്ക്കായി മാറ്റുന്നത് എന്നതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് നമുക്ക് ആ തിരുവചനം വായിച്ച് നമ്മുടെ മെസ്സേജിലേക്ക് നമുക്ക് പ്രവേശിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ തിരുവചന അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം സ്നേഹിക്കുന്നവർക്കെന്നല്ല, പകരം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി അവൻ ചെയ്യുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നതും നാം ദൈവത്തെ സ്നേഹിക്കുന്നതും വ്യത്യാസമുണ്ട്. ഈ ലോകത്തിലെ സകല സൃഷ്ടികളും ദൈവത്തിന്റെ സൃഷ്ടിയാൽ, ദൈവത്തിന്റെ കൈപ്പണിയാൽ ദൈവം ഉളവാക്കിയതാണ്. അവരെയെല്ലാം ദൈവം സ്നേഹിക്കുന്നു. നീതിമാന് വേണ്ടി മാത്രമല്ലല്ലോ ദൈവം മഴ പെയ്യിക്കാറുള്ളത്. നീതിമാന് വേണ്ടിയും നീതികെട്ടവർക്ക് വേണ്ടിയും ദൈവം മഴ പെയ്യിപ്പിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നത് നീതിമാന്മാർക്ക് വേണ്ടിയും തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും മാത്രമല്ലല്ലോ. സൂര്യൻ ഉദിക്കുന്നത് സകലമാന ലോകത്തിന് വേണ്ടിയാണ്. അപ്പൊ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. പക്ഷേ ദൈവം സ്നേഹിക്കുന്ന എല്ലാവരും ദൈവത്തെ സ്നേഹിക്കണമെന്നില്ല. യേശുവിന്റെ ഒരു ഉപമയിൽ 2 പുത്രന്മാരെയും ഒരപ്പനെയും കുറിച്ച് പറയുന്ന ഒരു ചരിത്രം വേദപുസ്തകത്തിലുണ്ട്. അതിൽ നമ്മളെല്ലാം അവന് കൊടുത്തൊരു പേരുണ്ട്, മുടിയൻ പുത്രൻ. 2 മക്കളും അപ്പനെ സ്നേഹിച്ച വിധങ്ങൾ അവിടെയുണ്ട്. ഒരുവൻ സ്വത്തിന് വേണ്ടിയാണ് അപ്പനെ സ്നേഹിച്ചത്. ഒരുവൻ
അപ്പനെ സ്നേഹിക്കുകയും അപ്പന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ഭവനത്തിൽ പാർക്കുകയും ചെയ്യുന്നു. യേശു കർത്താവ് ഒരിക്കൽ മറ്റൊരു ഉപമ പറഞ്ഞു. ഒരുത്തനോട് അപ്പൻ വിളിച്ചിട്ട് പറയുന്നു, നീ എന്റെ വയലിലേക്ക് പോകുക. അവൻ പോകാമെന്ന് പറഞ്ഞു, അവൻ പോകുന്നില്ല. രണ്ടാമത്തവനോട് പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഏതാനും തടസ്സങ്ങൾ അവൻ ഉദ്ധരിച്ചു. പക്ഷെ ബൈബിൾ പറയുന്നു, എങ്കിലും പോകാമെന്ന് പറഞ്ഞവൻ പോകാതെ മാറിയിരുന്നപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞവൻ അപ്പനാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവൻ പോയ ചരിത്രം വേദപുസ്തകത്തിനകത്തുണ്ട്. അപ്പൊ ദൈവം സ്നേഹിക്കുന്നവരുമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവരുമുണ്ട്. നമുക്കറിയാം, യേശു കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ യോഹന്നാനെ കുറിച്ച് പറയുന്നു, യേശു സ്നേഹിച്ച ശിഷ്യൻ. അത് മറ്റാരുമല്ല പറഞ്ഞത്, യോഹന്നാൻ തന്നെയാണ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ പറഞ്ഞു, യേശു സ്നേഹിച്ച ശിഷ്യൻ. എന്നാൽ യേശുവിനെ സ്നേഹിച്ച മറ്റൊരു ശിഷ്യൻ 12 പേരിലുണ്ട്. അത് നാം എല്ലാം എടുത്തിയാട്ടക്കാരൻ എന്ന് പറയുന്ന പത്രോസാണ്. പത്രോസ് യേശുവിനെ സ്നേഹിച്ചു, യേശു യോഹന്നാനെ സ്നേഹിച്ചു. ആ വ്യത്യാസങ്ങൾ നിങ്ങൾ കണ്ടോ? അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ദൈവം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്നല്ല, പകരം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ദൈവം എന്തെല്ലാം ഒരുക്കിയിട്ടുണ്ടോ അതെല്ലാം യേശുവിന്റെ പേര് പറയുന്നവർക്കല്ല, യേശുവിന്റെ നാമത്തിൽ ചില അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുന്നവർക്കല്ല, യേശുവിന്റെ നാമം വിളിച്ച് അപേക്ഷിച്ച് എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവർക്കല്ല, പകരം യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ? പ്രതിസന്ധികൾ നിനക്ക് വിഷയമല്ല. മറിയ യേശുവിനെ സ്നേഹിച്ചവൾ ആയതുകൊണ്ട് 2 കാര്യങ്ങൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. യേശുവിനെ സ്നേഹിച്ച മറിയയ്ക്ക് ഇരുട്ട് ഭയമല്ലായിരുന്നു. ശ്മശാന ഭൂമി അവൾക്ക് ഭയമല്ലായിരുന്നു. റോമൻ പടയാളികളെ, യഹൂദ മത നേതാക്കന്മാരെ അവൾക്ക് ഭയമില്ലായിരുന്നു. ഇരുട്ടിനെയും ശ്മശാന ഭൂമിയെയും റോമൻ പടയാളികളെയും മഹാപുരോഹിതന്മാരെയും അവൾ ഭയപ്പെടാതിരുന്ന ഒരു കാര്യം, അവൾ യേശുവിനെ സ്നേഹിച്ചതുകൊണ്ടാണ്. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, തികഞ്ഞ സ്നേഹം നമ്മുടെ ഭയത്തിന് പുറത്താക്കും. ആയതുകൊണ്ട് ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം നാം എവിടെയായിരിക്കുന്നോ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഹൃദയം തുറന്ന് കർത്താവിനെ സ്നേഹിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. നാം വായിച്ച വാക്യം വളരെ അനുഗ്രഹമാണ്. എങ്ങനെയാണ് നാം ഈ ദൈവത്തെ സ്നേഹിക്കേണ്ടത്? ഏത് മാനദണ്ഡത്തിലാണ് നാം ഈ ദൈവത്തെ സ്നേഹിക്കേണ്ടത്? സ്നേഹിക്കുന്നതിന് വ്യത്യാസമുണ്ടല്ലോ, സ്നേഹിക്കുന്ന ചിന്താഗതികൾക്ക് വ്യത്യാസമുണ്ടല്ലോ. മത്തായി സുവിശേഷകൻ 22-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ നാം എങ്ങനെ സ്നേഹിക്കണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അവിടെ മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിന് 37-ാം വാക്യത്തിൽ നാം എങ്ങനെയാ ദൈവത്തെ സ്നേഹിക്കേണ്ടത്? പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ. അവിടെയെല്ലാം ഒരു പൂർണ്ണ
പൂർണ്ണത വെളിപ്പെടുന്നുണ്ട്. എല്ലായിടത്തും ഒരു പൂർണ്ണത. എന്താ ഈ പൂർണ്ണത എന്ന് പറയുന്നത്? കർത്താവ് ഒരിക്കൽ പറഞ്ഞു, കടുകുമണിയോളം നിങ്ങൾക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ. കടുക് ചെറുതാണ്, പക്ഷെ ആ ചെറിയ കടുകിനകത്ത് ഒരു നിറവുണ്ട്, ഒരു നിറഞ്ഞ വിശ്വാസം, ഒരു നിറവുള്ള ഒരു പൂർണ്ണ സ്നേഹം. അത് പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ബലത്തോടെ. അപ്പോൾ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണം? പകുതി കുടുംബത്തിനും പകുതി കുഞ്ഞുങ്ങൾക്കും ബാക്കി ദൈവത്തിനുമെന്നല്ല. നീ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ആ സ്നേഹത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഒന്ന് വായിക്കാം നമുക്ക്. എന്താണ് ആ സ്നേഹത്തിന്റെ അടിസ്ഥാനം? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അതാണ് സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനം. യോഹന്നാന്റെ ലേഖനം പറയുന്നു, എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ എന്റെ കൽപ്പനകൾ പ്രമാണിക്കും. ഞങ്ങളെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്. അതുകൊണ്ടല്ല കാരണം. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ ആദ്യം അറിയേണ്ടത് പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുക. 2, അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് അവന് സ്നേഹിക്കുക. കൽപ്പനകൾ മാറ്റിക്കൂടാ. ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും തെറ്റുന്നു. ആയതുകൊണ്ട് എപ്പോഴും നാം അറിയേണ്ട ഒരു സത്യം എന്ന് പറയുന്നത്, അവനെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക മാത്രമല്ല, അവന്റെ കൽപ്പനകളിൽ ഒന്നുപോലും വിട്ടുകളയരുത്. നമുക്ക് നടപ്പാൻ കഴിയാത്ത ഒരു കൽപ്പനയും ദൈവം നമുക്ക് തന്നിട്ടില്ല. ഭാരമേറിയ ഒരു കൽപ്പനയും പ്രമാണിപ്പാൻ ദൈവം നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് മത്തായി സുവിശേഷകൻ പറയുന്നൊരു വാക്യമുണ്ട്, അവന്റെ ചുമട് ലഘുവാണ്, അവന്റെ മുഖം മൃദുവാണ്. നമുക്ക് വഹിക്കാൻ കഴിയാത്ത ഒരു കൽപ്പനയല്ല ദൈവം നമുക്ക് തന്നത്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, കയ്യിന് കയ്യ്, ഇതൊന്നുമല്ല ദൈവം നമുക്ക് തന്നത്. ദൈവം നമുക്ക് തന്നത് വഹിക്കാൻ പറ്റിയ മൃദുവായ ഒരു മുഖം. അതാ ദൈവം നമ്മുടെ മേൽ വെച്ചത്. എങ്ങനെ സ്നേഹിക്കണം? അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് സ്നേഹിക്കണം. അതേ യോഹന്നാന്റെ സുവിശേഷം തന്നെ 15-ാമത്തെ അധ്യായം അതിന്റെ 10ഉം 12ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനൊരു മാതൃക യേശു കർത്താവോട് പറഞ്ഞു. എന്താണ് ആ മാതൃക? ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. അവിടെ പറയുന്നു, അവിടെ ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നു. ആ വാക്യം ഒരിക്കൽ കൂടി, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ സ്നേഹത്തിൽ വസിക്കുക. ഇതാണ് ഒരു മാതൃക. എങ്ങനെ സ്നേഹിക്കണം? അവനെ പുറത്തുനിന്ന് സ്നേഹിക്കരുത്. കാര്യങ്ങൾ കണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവനെ സ്നേഹിക്കരുത്. അവനിൽ വസിക്കുക. കഴിഞ്ഞ ദിവസം ഏതൊരു മെസ്സേജിൽ ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കണം. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ വീടിനകത്താണ്. പുറത്തു വെയിലുണ്ട്, മഴയുണ്ട്, അത്യുഷ്ണമായ ചൂടുണ്ട്. ഇതൊന്നും എനിക്ക് കേൾക്കാറില്ല. കാരണം ഞാൻ വസിക്കുന്നത് ഈ ഭവനത്തിനകത്താണ്. ക്രിസ്തുവിൽ വസിച്ച് സ്നേഹിക്കുന്ന ഒരുവന് ഒരർത്ഥവും ഭവിക്കുകയില്ല. കർത്താവിന്റെ വചനം വീണ്ടും 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, സ്നേഹിക്കുന്നതിന്റെ
അനന്തരഫലം എന്താണ്? അവിടെ ഇങ്ങനെ വായിക്കുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല. മതി, ആ വാക്യം ഒന്ന് ശാന്തമായി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എങ്ങനെ സ്നേഹിക്കണം? സ്നേഹത്തിന്റെ അടിസ്ഥാനം എന്താണ്? സ്നേഹത്തിന്റെ മാതൃക എന്താണ്? സ്നേഹത്തിന്റെ അനന്തരഫലം എന്താണ്? നിങ്ങൾ അവനെ പൂർണ്ണമാനമായി സ്നേഹിക്കുന്നെങ്കിൽ, നിങ്ങൾ അവനെ കൽപ്പനകൾ പ്രമാണിച്ച് സ്നേഹിക്കുന്നെങ്കിൽ, നിങ്ങൾ അവനിൽ വസിച്ച് നിങ്ങൾ അവനെ സ്നേഹിക്കുന്നെങ്കിൽ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ആ വാക്യം വായിക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ശ്രദ്ധിക്കുക മാന്യ സഹോദരങ്ങളെ, ദൈവത്തെ സ്നേഹിക്കുന്നവന് വേണ്ടി ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ കാലങ്ങളിൽ നീ ദൈവത്തെ സ്നേഹിക്കുന്നവനാണോ? ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവനാണോ? ദൈവത്തിൽ വസിക്കുന്നവനാണോ? അല്ല, അവന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവനെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായി ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ദൂത് പറയുന്നു, നിനക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിന്റെ മാതാപിതാക്കൾ നിനക്ക് വേണ്ടി ഒരുക്കി വെക്കാത്തത്, നിന്റെ ബന്ധുക്കൾ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടില്ലാത്ത ചില പ്രത്യേക നന്മകൾ, ചില അനുഗ്രഹങ്ങൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നെ ആഴമായി ചിന്തിപ്പിച്ച ഒരു കാര്യം അതിനകത്തുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അടുത്ത വാക്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല. ശ്രദ്ധിച്ചേ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഒരുപക്ഷെ നിത്യതയിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ തേജസ്സിന്റെ ആ ഉറവിടമായ ആ മഹത്വത്തെ കുറിച്ചാണ് പൗലോസ് ഇവിടെ എടുത്തു പറയുന്നതെങ്കിലും ഓർക്കണം കേട്ടോ, അക്ഷരാർത്ഥത്തിലും ആത്മീയാർത്ഥത്തിലും ഈ ദൂത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. നിന്റെ കൂടെ പുറപ്പുകളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ലാത്തത്, ആമേൻ, നിന്റെ ഭവനത്തിൽ പാർക്കുന്നവരുടെ ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്ത ചിലത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ആ ഒരുക്കിയ നന്മ ആർക്ക് വേണ്ടിയാണ് ഒരുക്കിയത്? ദൈവം ഒരുക്കിയത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. ദൈവമക്കളെ, ഈ വിളി നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ആ വാക്യം വായിച്ചപ്പോൾ ഇങ്ങനൊരു വാക്യം അവിടെയുണ്ട്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി. എന്താണ് ആ വാക്യം അങ്ങനെ പറഞ്ഞത്? ദൈവം എല്ലാവരെയും വിളിച്ചു, പക്ഷെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. എന്താണ് ആ നിർണയപ്രകാരം വിളിക്കുക? എല്ലാവരെയും ദൈവം വിളിച്ച കൂട്ടത്തിലല്ല ദൈവം നമ്മെ വിളിച്ചത്. നമ്മുടെ വിളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദൈവം നമ്മെ വിളിച്ചത് ലോകസ്ഥാപനത്തിന് മുൻപാണ്. എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണമെന്നുകൂടി ആ വാക്യത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. മറ്റുള്ള ആളുകൾ സ്നേഹിക്കുന്ന പോലെ അല്ല നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത്. നമ്മുടെ വിളി നമ്മൾ ആഴമായി ശ്രദ്ധിക്കണം. ആമേൻ. മറ്റുള്ള ആളുകളെ വിളിച്ചതുപോലെ ഒരു ചെറിയ വിളിയല്ല ദൈവം നമ്മെ വിളിച്ചത്. എന്താണ് നമ്മുടെ വിളി? ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ തിരുവചനം വളരെ ആഴമായി നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം നമ്മെ വിളിച്ച വിളി ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു നമ്മെ വിളിച്ചു. എങ്ങനെയാണ് വിളിച്ചത്? കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെയുണ്ട്, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ആ വാക്യം ഒന്ന് വായിക്കാം. സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ഓർക്കണം കേട്ടോ, നമ്മുടെ വിളിയെ നമ്മൾ നോക്കണം. ദൈവം നമ്മെ വിളിച്ച് ഈ സ്ഥാനത്താക്കിയ അവന്റെ അശ്രേഷ്ഠമായ വിളിയെ
ദൈവമൊക്കെ തിരിച്ചറിയണം. നമ്മെ വിളിച്ചത് ഒരു സാധാരണ വിളിയല്ല. അതിനെക്കുറിച്ച് മറ്റു ചില വാക്യത്തിൽ പറയുന്നു, ഉന്നതമായ വിളി, ഒരു ഹൈ കോളിംഗ് എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഒരു ഉന്നതമായ വിളി. ദൈവം നമ്മെ വിളിച്ചത് ഒരു ചെറിയ വിളിയല്ല, ഒരു വലിയ വിളിയാണ് വിളിച്ചത്. എന്തിനു വേണ്ടി ദൈവം നമ്മെ വിളിച്ചു? ദൈവം നമ്മെ വിളിച്ചപ്പോൾ എത്രയോ സേട്ടന്മാർ ഉണ്ടായിരുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്ത് ഭോഷത്വമായതിനെ ദൈവം വിളിച്ചു. ദൈവമക്കളെ, നമ്മുടെ കഴിവ് കണ്ടാണോ ദൈവം നമ്മെ വിളിച്ചത്? നമ്മുടെ വിദ്യാഭ്യാസം കണ്ടാണോ ദൈവം നമ്മെ വിളിച്ചത്? നമ്മുടെ ഭംഗി കണ്ടാണോ ദൈവം നമ്മെ വിളിച്ചത്? അല്ല. ദൈവത്തിന്റെ വിളിയെ കുറിച്ചൊക്കെ എൻ്റെ ഉള്ളത്തിൽ ഓർക്കുമ്പോൾ ഞാൻ എന്നും ഓർക്കുന്നൊരു കാര്യമുണ്ട്. യേശു കർത്താവ് പറഞ്ഞ ഒരു ഉപമയിൽ, വിവാഹത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക. ഒരുപാട് പേര് ക്ഷണിച്ചു ആ വിവാഹത്തിൽ. വിളിച്ചവരാരും ആ വിവാഹ സദ്യക്ക് വന്നില്ല. വീട്ടുടയവൻ ആ മണിയറയിൽ വന്നപ്പോൾ വിളിക്കപ്പെട്ടവരാരും തന്നെ അവിടെ കണ്ടില്ല. ഉടനെ വീട്ടുടയവൻ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും പോയി ചന്തസ്ഥലത്തും വഴിയറമ്പിലും ഉള്ളവരെയെല്ലാം ഈ വിവാഹത്തിലേക്ക് വിളിക്കുക. ഒരുപക്ഷെ ഈ വിളിക്കാൻ പോയവർ ചിന്തിച്ചു കാണും, ഈ മഹാരാജാവിന്റെ ഈ വിവാഹത്തിൽ ഇത്രയും കഴിവുള്ളവരും സമ്പത്തുള്ളവരും ഒക്കെ ഈ വിവാഹത്തിൽ പങ്കെടുക്കേണ്ട സമയത്ത് ഈ മനുഷ്യൻ എന്തു പറ്റി? ഇപ്പൊ പറയുന്നു, ചന്തസ്ഥലത്തിരിക്കുന്നവരെ, മെനക്കെട്ടിരിക്കുന്നവരെ വിളിക്കുക. ഈ മനുഷ്യൻ എന്തു പറ്റി? ആദ്യം ഒരു വിളി ഉണ്ടായി. ആ വിളിയിൽ വിളിക്കപ്പെട്ടവരകത്തു വന്നില്ല. രണ്ടാമതൊരു വിളി വഴിയറമ്പിലുള്ളത്. ഈ ചരിത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇത് ആദിമസഭയെയും നമ്മെ വിളിച്ച രക്ഷയുടെ പദ്ധതിയുടെ വിളിയുമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുന്ന ഇങ്ങനെയാണ്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ തള്ളിക്കളഞ്ഞു. ആ രക്ഷ യഹൂദന്മാരിൽ നിന്നും ജാതികളിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ട് യേശു യെരുശലേമിലേക്ക് ഇറങ്ങി പറഞ്ഞത്, നിങ്ങളെ പലവട്ടം ചേർപ്പാൻ എനിക്ക് മനസ്സായിരുന്നു. ഈ വിവാഹത്തിൽ നിങ്ങളെയാണ് ഞാൻ ആദ്യം ക്ഷണിച്ചത്. കനാന്യ സ്ത്രീയോട് യേശു പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാൻ ഇറങ്ങി വന്നതേ, ഞാൻ തേടി വന്നത് ജാതികളെയല്ല, കാണാതെ പോയ ആടിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലയോ ഞാൻ വന്നത്. പക്ഷെ അവരെ കൂട്ടാക്കിയില്ല. അവരവനെ തള്ളിക്കളഞ്ഞു. അവരവനെ സ്വീകരിച്ചില്ല. അതാണ് ആ കല്യാണത്തിന്റെ 1-ാമത്തെ വിളി. ഈ ദൂത് പറയുമ്പോൾ എന്റെ ഹൃദയം സന്തോഷിക്കുന്ന ഒരു വലിയ സന്ദർഭമുണ്ട് കേട്ടോ. ആ യഹൂദൻ യേശുവിനെ ആദരിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു വലിയ ഭാഗ്യ പദവി എനിക്ക് കിട്ടത്തില്ലായിരുന്നു. അഹസ്വേരോസ് രാജാവിന് വസ്തി എന്ന ആ രാജ്ഞി തന്നെ അനുസരിച്ചിരുന്നെങ്കിൽ, എസ്തേറെ, നിനക്കൊരിക്കലും ഈ രാജപദവിയിൽ വരാൻ കഴിയത്തില്ലായിരുന്നു. ഒരു വസ്തിയെ മാറ്റിയതും ഒരു വസ്തിയെ സ്ഥാനത്തൊന്ന് നീക്കിയതും അതിനു പകരം ഒരു എസ്തേറിനെ രാജസന്നിധിയിൽ കൊണ്ടുവന്നതുമെല്ലാം ദൈവത്തിന്റെ മുൻനിർണയമാണ്. നാം ജനിക്കുന്നതിന് മുമ്പ്, നാം ഈ ലോകമുണ്ടാകാണുന്നതിന് മുമ്പ് ഒരു നിർണയപ്രകാരം ഒരു വിളി നമ്മുടെ മേലുണ്ട്. കഴിവ് നോക്കിയല്ല അവൻ വിളിച്ചത്, വഴിയറമ്പിലിരുന്ന്. നമുക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട് ദൈവമക്കളെ? ഒരു പകൽ ദൈവം നമുക്ക് തന്നെങ്കിൽ നല്ല മനസ്സോടെ അവനെ ആരാധിച്ചേക്കണം, പൂർണ്ണ ഹൃദയത്തോടെ അവനെ ആരാധിച്ചേക്കണം. പുറംപറമ്പിൽ കിടന്ന നമ്മെ, അയോഗ്യരായിരുന്ന നമ്മെ,
അഭക്തരായിരുന്ന നമ്മെ, കാട്ടൊലിവായിരുന്ന നമ്മെ, അപമാനപാത്രമായിരുന്ന നമ്മെ മാനപാത്രമാക്കാൻ നമ്മെ നിർണയപ്രകാരം അവൻ നമ്മെ വിളിച്ചു. ഓർക്കുക, അവന്റെ വിളി എന്തിനാണ്? 1 കൊരിന്ത്യർ 1:9 പുത്രനായ യേശു നമ്മെ വിളിച്ചത് ദൈവവുമായുള്ള ഒരു കൂട്ടായ്മയിലേക്കാണ്. ഈ ലോകത്തിന്റെ ഒരു പ്രസിഡന്റുമായിട്ടോ ഒരു പഞ്ചായത്ത് അവൻ മെമ്പറുമായിട്ടോ ഇവിടുത്തെ ആരോ സേട്ടന്മാരുമായിട്ടല്ല നിങ്ങളെ കൂട്ടായ്മയ്ക്ക് വേണ്ടി വിളിച്ചത്. നിങ്ങളെ കൂട്ടായ്മയ്ക്ക് വേണ്ടി വിളിച്ചത് പിതാവായ ദൈവമായുള്ള കൂട്ടായ്മയിൽ നാം സേട്ടരാണ്. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നമ്മെ അവർ വിളിച്ചത് ഒന്ന് ദൈവമായുള്ള കൂട്ടായ്മയിലേക്കാണെങ്കിൽ 2-ാമത്തെ വാക്യം പറയുന്നു, അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. നമ്മെ ദൈവം വിളിച്ചത് യേശു ക്രിസ്തുവിനായാണ് വിളിച്ചത്. നിങ്ങൾ ഇരിക്കുന്നിടത്തുനിന്ന് 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് പറയണം, എന്നെ വിളിച്ചത് യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കാണ്. നിങ്ങളെ വിളിച്ചതും നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്നതും ഒരു മനുഷ്യന് വേണ്ടിയല്ല ദൈവമക്കളെ, ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ല. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ഡെലിവറൻസ് ചർച്ചിലേക്കല്ല ദൈവം നിങ്ങൾ വിളിച്ചോണ്ട് വന്നത്. 1 പിതാവായ ദൈവത്തിലേക്ക്, 2 കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക്. തീർന്നില്ല. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ശ്രദ്ധയോടെ ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന. നിങ്ങൾ എന്തിനാ വിളിച്ചത്? അല്പകാലത്തെ കഷ്ടം അനുഭവിക്കുന്ന നിങ്ങൾ തിരിച്ചറിയണം, ഈ പാരിലെ കഷ്ടങ്ങൾ സാരമില്ല. നിങ്ങളെ വിളിച്ചത് കഷ്ടങ്ങൾ മാത്രം തരാനല്ല, ഒരു നിത്യ തേജസ്സിനായാണ് വിളിച്ചത്. അതെ, കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ വെള്ളത്തിൽ മുങ്ങി സ്നാനം ധരിച്ച ദൈവമക്കളെ, അവന്റെ മരണത്തോട് അനുരൂപപ്പെടുകയും പുതുമനുഷ്യനെ ധരിക്കുകയും ചെയ്ത നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളെ വിളിച്ചത് ഒരു തേജസ്സിനാണ്. ഈ ലോകത്തിലെ മാലിന്യമേൽക്കാനോ ഈ ലോകത്തിന്റെ ഏതെങ്കിലും ചേട്ടുകണ്ടത്തിൽ അകപ്പെട്ടു പോകാനല്ല നമ്മുടെ വിളി. നമ്മെ വിളിച്ചത് തേജസ്സിനായാണ് വിളിച്ചത്. നിങ്ങൾ ഓർക്കും, എന്തിനാ ഈ തേജസ് എന്നൊക്കെ പറയുന്നത്? നമുക്കൊരു തേജസ് ഉണ്ട്. ഇതല്ല, പഴയ നിയമ ശുശ്രൂഷയും പുതിയ നിയമ ശുശ്രൂഷയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പഴയ നിയമ ശുശ്രൂഷയേക്കാൾ അധികം തേജസ് ഉള്ളതാണ് പുതിയ നിയമ ശുശ്രൂഷ. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, കല്ലിൽ അക്ഷരമായി കൊത്തിയത് തേജസ്സുള്ളതാണെങ്കിൽ പുതിയ നിയമ ശുശ്രൂഷ അധികം തേജസ്സുള്ളത് അല്ലയോ? ദൈവമക്കളെ, എന്താണ് ഈ തേജസ്? ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു മറൂപമലയിലേക്ക് താൻ സ്നേഹിച്ച ഒരു കൊച്ചുകാർ ഗ്രൂപ്പുണ്ട്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. അവര് മൂവരുമൊത്ത് മറൂപമല യേശു കയറി. മലയുടെ അങ്ങേയറ്റം ചെന്നപ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു, അവരുടെ മുമ്പാകെ അവൻ രൂപാന്തരപ്പെട്ടു. എനിക്ക് ആ പദം ഇഷ്ടപ്പെട്ടു. ഭൂമിയിൽ ഒരു മനുഷ്യനും ഒരലക്കുകാരനും അലക്ക് വെളുപ്പിക്കാൻ കഴിയാത്തതുപോലെ അവന്റെ ശരീരം വെണ്മയായി മാറി. ഭൂമിയിൽ ഒരലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ കഴിയാത്ത പോലെ. അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? മനുഷ്യനായി പിറന്ന ഒരു മനുഷ്യനും ഇത്രമാത്രം തേജസ്സും
ഇത്രമാത്രം വിശുദ്ധിയുടെ വസ്ത്രവും കൊടുക്കാൻ കഴിയാത്തതുപോലെ യേശുവിന്റെ വസ്ത്രം വെണ്ണയായി മാറി. ഉടനെ മരണം കാണാതെ എടുക്കപ്പെട്ട ഏലിയാവ് കർത്താവ് തന്നെ സ്വന്തം കൈകൊണ്ട് അടക്കി എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്ന മോശയും ഇതാ വന്നു നിൽക്കുകയാണ്. കർമ്മേലിൽ തീയിറക്കി ഏലിയാവും നെബോ പർവ്വതത്തിൽ തമ്പുരാന്റെ കൈവെള്ളക്കകത്ത് കയറിച്ചെന്ന് കിടന്നു കൊടുത്ത ആ മോശയും ഇതാ യേശുവിനോട് സംഭാഷിക്കുക. പത്രോസ് ഇത് കണ്ടു ഞെട്ടി, യേശുവേ 3 കുടിലുണ്ടാക്കട്ടെ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് താഴ്വരയിൽ വെച്ച് ഗുരു, സകലതും ഞങ്ങൾ വിട്ടു നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ച ഈ പത്രോസ് ദൈവത്തിന്റെ തേജസ് കണ്ടപ്പോ പത്രോസ് പറയുക, നിനക്ക് ഒരു കുടിലുണ്ടാകട്ടെ. ആ തേജസ് കാണേണ്ടതുപോലെ കണ്ടാൽ നാം നമ്മെ മറക്കും, ഈ ഭൂമി മറക്കും. ഈ ഭൂമിയിലെ ഏത് ആഡംബര കാര്യങ്ങളും നാം മറക്കും. എനിക്കെന്ത് കിട്ടുമെന്ന് ചോദിച്ച നമ്മൾ പോലും ആ തേജസ്സിന്റെ മുമ്പിൽ അടിയറ വെച്ചിട്ട് പറയും, കർത്താവേ, എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി. കർത്താവേ, ഞാൻ ജീവിക്കുന്നതും ഞാൻ ചലിക്കുന്നതും അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി. ഓർക്കണം കേട്ടോ, ദൈവത്തിങ്കിലേക്കുള്ള വിളി, യേശു ക്രിസ്തുവിങ്കിലേക്കുള്ള വിളി. 3, തേജസ്സിലേക്ക് ദൈവം നമ്മെ വിളിച്ചു. അടുത്ത വാക്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 21-ാമത്തെ വേദവാക്യം. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്തു യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ അതിനായിട്ടല്ലോ ദൈവം നിങ്ങളെ വിളിച്ചത്. ഇതൊരു പക്ഷെ നമുക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു വാക്കായിരിക്കും. ഒരു പക്ഷെ മറ്റു ചിന്തകളൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരു പക്ഷെ ഇത് അനുഗ്രഹം എന്ന് തോന്നത്തില്ല. ദൈവം നമ്മെ വിളിച്ചത് ആ തേജസ്സിനാണ്, ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്കാണ്, യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കാണ്. അതിനേക്കാൾ ഉപരിയായി ഇവിടെ വായിക്കുകയാണ്, നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു കഷ്ടതയ്ക്കാണല്ലോ ദൈവം നമ്മെ വിളിച്ചത്. ദൈവം നമ്മെ വിളിച്ചത് നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു കഷ്ടതയ്ക്ക് വേണ്ടിയാണ്. അപ്പോ കഷ്ടത എന്ന് പറയുന്നത് ഒരു ശാപമല്ല. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് ഒരു ശാപത്തിന്റെ കെടുതിയല്ല, അതൊരു അനുഗ്രഹമാണ്. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കയിൽ നിങ്ങൾ ലജ്ജിച്ചു പോകരുത്. പത്രോസ് ലേഖനത്തിൽ പറയുകയാണ്, അത് നിന്ദയല്ല, അത് അപമാനമല്ല, അത് നന്മയെന്ന് നിങ്ങൾ പറയണം. അല്ലേ? ഇവിടെ വായിക്കുന്നു, നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ കഷ്ടം സഹിക്കണം. അതിനുവേണ്ടിയാ ദൈവം നിങ്ങൾ വിളിച്ചത്. കഷ്ടം സഹിക്കാനും കൂടി ഉള്ള വിളി ഇതിനകത്തുണ്ട് കേട്ടോ. ആമേൻ. കർത്താവിന്റെ വചനം പറയുന്നു, അവന് വേണ്ടി പ്രവർത്തിക്കാൻ മാത്രമല്ല, കഷ്ടം സഹിപ്പാനും നമുക്ക് ദൈവം കൃപ തന്നിരിക്കുന്നു. അത് പിറുപിറുപ്പോടെയല്ല, അലസതയോടെയല്ല. ആ കഷ്ടങ്ങൾ സാരമില്ല എന്ന് വെച്ച് കർത്താവിന്റെ വിളിയെ ഓർത്ത് സന്തോഷമായി ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. 1 തെസ്സലോനിക്കർ ലേഖനം 1-ാമത്തെ അധ്യായം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. 5, ദൈവം നമ്മെ വിളിച്ച വിളി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ദൈവം നമ്മെ വിളിച്ചത് അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിന് വേണ്ടിയാ വിളിച്ചത്. ഞാൻ പല ആവർത്തി ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ദൈവം നമ്മെ വിളിച്ചത് അശുദ്ധിയിലേക്കല്ല. കാരണം നമ്മെ വിളിച്ചയാള് അശുദ്ധനല്ല.
നമ്മെ വിളിച്ച ആ ആളിന്റെ മഹത്വം നോക്കിയാണ് അവനിൽ ജീവിക്കുന്ന വിശുദ്ധിയേറി വരുന്നത്. കർത്താവിന്റെ വചനം പറയുന്നു, അവൻ വിശുദ്ധനാണ്. ദൈവം വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധന്മാരാകുവിൻ. തെസ്സലോനിക്ക ലേഖനം തന്നെ നമ്മുടെ അടുത്ത വാക്യങ്ങൾ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിച്ചു ഉണർത്തുന്നെന്നാൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുക. അശുദ്ധൻ ഇനിയും തന്നെ അശുദ്ധനാകട്ടെ. വേദപുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം നമ്മോട് പറയുന്നു, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കപ്പെടട്ടെ. അശുദ്ധൻ അശുദ്ധി ചെയ്യട്ടെ, നിങ്ങൾ അവനെ നോക്കരുത് കേട്ടോ. ഒരു പക്ഷേ ഈ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവരിൽ തന്നെ, ഈ പ്രാർത്ഥനക്കാരെന്ന് പറയുന്നവരിൽ തന്നെ പേരുകൊണ്ട് ഒരുപക്ഷെ ദൈവമക്കൾ എന്ന് പറയുന്നെങ്കിലും അവരുടെ ജീവിതം അശുദ്ധിയോടെയാണെങ്കിൽ നീ അത് നോക്കരുത്. ഒരു ഭക്തൻ എങ്ങനെ ആയിരിക്കണമെന്ന് 1-ാം സങ്കീർത്തനത്തിലുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലെങ്കിലും ആ സങ്കീർത്തനം ഒന്ന് വായിക്കുന്നത് നമുക്ക് ഈ തരുണയിൽ അനുഗ്രഹമായിരിക്കും. ഒരു വിശുദ്ധൻ വിശുദ്ധീകരണത്തിന് വേണ്ടി വിളിക്കപ്പെട്ടു. ഒരു ഭക്തൻ, ഒരു ദൈവ പൈതൽ എങ്ങനെയായിരിക്കണം? സങ്കീർത്തനം 1-ാമത്തെ വാക്യം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, അവന്റെ ചുറ്റുവട്ടും അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെ ഒരാളുകളുണ്ട്, ഇങ്ങനെ ഒരു കൂട്ടരുണ്ട്. അത് മനസ്സിലാക്കണം. നാം മാത്രമല്ല, ദുഷ്ടന്മാരുണ്ട്. വേദപുസ്തകത്തിൽ ദുഷ്ടന്മാർ എന്ന് പറഞ്ഞിട്ടുള്ളത് തിരുവചനത്തെ പുറകിലെറിഞ്ഞു കളയുന്നവർ, വാ കൊണ്ട് പറയുകയും ഹൃദയം കൊണ്ട് അതിനെ പുച്ഛിക്കുകയും ചെയ്യുന്നവർ. അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം? ദുഷ്ടനെ നോക്കരുത്. അടുത്തത്, പാപികളുടെ വഴിയിൽ നിൽക്കാതെയും. പാപികൾ ചുറ്റുമുണ്ട്. ഒരു ഭക്തന് ചുറ്റും വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദുഷ്ടന്മാരുടെ ഒരു വലയമുണ്ട്, 2 പാപികളുടെ ഒരു വലയമുണ്ട്, 3 പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ. ഒരുപക്ഷെ ഇത് നിങ്ങൾ വായിച്ചു കിട്ടുന്ന വാക്യമാണ്. ഒരു ഭക്തൻ നിൽക്കുന്നത് ഇതിന് നടുവിലാണ്. ഒരു വശത്ത് ദുഷ്ടന്മാർ, മറ്റൊരു ഭാഗത്ത് പാപികൾ, മറ്റൊരു സ്ഥലത്ത് പരിഹാസികൾ. ഈ 3 കൂട്ടരുടെ നടുവിലാണ് ഒരു ദൈവഭക്തൻ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ ഈ ചിന്ത എന്നെ ഒരുപാട് ധൈര്യപ്പെടുത്തി. നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാകും, ദൈവമേ, ഇവരൊന്നുമില്ലാത്തൊരു സ്ഥലം എനിക്ക് നീ തന്നെങ്കിൽ ഒരിക്കലുമില്ല. ഇരുട്ടെന്തെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ വെളിച്ചത്തിന്റെ ശ്രേഷ്ഠത നിനക്ക് മനസ്സിലാകൂ. പാപത്തിന്റെ നടുവിൽ നിന്നെങ്കിൽ മാത്രമേ പാപത്തെ ജയിക്കുന്ന ആ കാര്യം നിനക്ക് ബോധ്യമാകൂ. ദുഷ്ടന്മാരില്ല, പാപികളില്ല, പരിഹാസികളില്ല. ഇത് 3മില്ലാതെ ഞാൻ ജീവിക്കാം എന്ന് പറയുന്ന നിന്റെ ആ ജീവിതം ഒരിക്കലും ക്രിസ്തീയ ജീവിതമല്ല. ചിലർ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ക്രൂശ് വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ക്രൂശ് ഇല്ലാത്ത ഏത് ക്രിസ്തീയ ജീവിതമാവുള്ളത്? കർത്താവായ യേശു പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുന്നെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. യേശു എടുത്ത ക്രൂശൊന്നും നമുക്ക് എടുക്കാൻ ഒക്കില്ല.
കഴിഞ്ഞ 2 ദിവസം മുമ്പ് തിരുവചനം വായിച്ചപ്പോൾ ആ തിരുവചനം എൻ്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ടു. എടാ, യേശു എടുത്ത ക്രൂശ് മാനവകുലത്തിന്റെ ക്രൂശാണ്. അതൊന്നും നിങ്ങൾ എടുക്കണ്ട, നമുക്ക് എടുക്കാൻ ഒക്കത്തുമില്ല. അത് പിതാവ് പുത്രന് വേണ്ടി മാത്രം വെച്ചതാണ്. നീ നിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് അവന്റെ പിന്നിൽ ചെല്ല്. അപ്പൊ ക്രൂശില്ലാതെ ഒരു കിരീടമില്ല. ഇവിടെ വായിക്കുന്നു, ദുഷ്ടന്മാർ, ഭാവികൾ, പരിഹാസികൾ, ഇതിന്റെ മൂന്നിന്റെയും നടുവിൽ ഒരു ദൈവഭക്തൻ വിശുദ്ധനാകാൻ എന്ത് ചെയ്യണമെന്ന് അടുത്ത വാക്യമുണ്ട്. വായിച്ചാട്ടെ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്. ഇത് ചെയ്താൽ മതി. ഇത്രയും ചെയ്യാൻ പറ്റുമോ? മറ്റൊന്നും ഞങ്ങൾ നിങ്ങളോട് പറയുന്നില്ല. പരിഹാസികൾ അവിടെ നിൽക്കട്ടെ, ഭാവി അവിടെ നിൽക്കട്ടെ, ദുഷ്ടന്മാർ അവിടെ നിൽക്കട്ടെ. ഇവിടെ നടുവിൽ നിനക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ ദൈവം നിന്റെ കൈവശം തന്നതൊന്നുണ്ട്. അത് യഹോവയുടെ ന്യായപ്രമാണം. 119 സങ്കീർത്തനം വായിക്കണ്ട, അവിടെ ഇങ്ങനെയുണ്ട്, യഹോവേ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം എന്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിക്കുന്നു. ഈ വചനമാണ് നീ ധ്യാനിക്കേണ്ടത്. നിനക്ക് വിശുദ്ധനായിരിക്കാൻ മറ്റൊരു വഴിയുമില്ല, മറ്റൊരു മാർഗവുമില്ല. പാട്ട് കേട്ടതുകൊണ്ട് സന്തോഷമുണ്ടാകാം, പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദുഃഖം മാറിക്കിട്ടും. ബൈബിൾ അത് പറയുന്നു, കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സന്തോഷമുള്ളവൻ പാട്ടുപാടട്ടെ. പാട്ടുപാടിയാൽ സന്തോഷമുണ്ടാകും, പ്രാർത്ഥിച്ചാൽ ദുഃഖം മാറും. പക്ഷെ നിനക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കണം. നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ വിളി എന്താണ്? 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം, നിന്നെ ദൈവം വിളിച്ചത് വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. മാത്രമല്ല 2 തെസ്സലോനിക്ക ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, എന്തിനു വേണ്ടിയാ ദൈവം നമ്മെ വിളിച്ചത്? വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ദൈവമക്കളെ, നിങ്ങൾ കേട്ട ദൈവത്തിന്റെ വചനം, നിങ്ങൾ കേട്ട സുവിശേഷം നിങ്ങളെ വിളിച്ച് ഇതിനകത്ത് കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാമോ? രക്ഷയ്ക്കായി വിളിച്ചതാണ്. എന്താണ് രക്ഷ? ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. അതാണ് ഏറ്റവും വലിയ രക്ഷ. ശിക്ഷിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് പാതാളത്തിന്റെ ആടുകളായി മേയ്ക്കപ്പെട്ട നമ്മെ അതിന്റെ നടുവിൽ നീട്ടപ്പെട്ട ക്രൂശിൽ നാം നോക്കിയപ്പോൾ, ആ ക്രൂശിൽ നമ്മൾ കണ്ടപ്പോൾ, ആ ക്രൂശിനെ നമ്മൾ ലക്ഷ്യമാക്കിയപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു. ആ ക്രൂശിലെ കള്ളൻ രക്ഷ അനുഭവിച്ചതുപോലെ നമ്മെ വിളിച്ചത് രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതിന് മറ്റൊരു വാക്യം, ശിക്ഷക്കല്ല ദൈവം നമ്മെ വിളിച്ചത്. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. നിങ്ങളെ വിളിച്ചത് ശിക്ഷിക്കാനല്ല, ദൈവം നിങ്ങളെ വിളിച്ചത് രക്ഷയ്ക്ക് വേണ്ടിയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആയതുകൊണ്ട് നമ്മെ വിളിച്ച വിളി നിങ്ങൾ അറിയണം. ഒന്നുകൂടി പറയാം, അതുകൊണ്ട് നാം നമ്മുടെ വിളിയെ നാം ആഴമായി ശ്രദ്ധിക്കണം. 4 കാര്യങ്ങൾ ആ വിളിയെ കുറിച്ച് മാത്രം പറഞ്ഞ് നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം ആരംഭത്തിൽ നമ്മൾ വായിച്ചതാണ്. വായിക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. അടുത്തത്, ലോക അഭിപ്രായ പ്രകാരം, ലോകത്തിന്റെ അഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതു തിരഞ്ഞെടുത്തു. ഇതല്ലേ ദൈവം വിളിച്ചത്? ദൈവം ഇങ്ങനെ ഒരു വിളിയല്ലേ ദൈവം നമുക്ക് തന്നെ. ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന മറ്റൊരു ചിന്തയുണ്ട്. യേശു മരിച്ചു,
അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സ്വർഗാരോഹണ ശേഷം പെന്തക്കോസ്ത ദിവസം അഭിഷേകം പ്രാപിച്ച അപ്പോസ്തലന്മാർ അവിടെ കരങ്ങളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ തുടങ്ങി. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ ജന്മനാ മുടന്തനായവൻ സൗഖ്യം പ്രാപിക്കുന്നു. 4-ാം അധ്യായത്തിൽ അവരെ കൊണ്ടുപോയി കെട്ടിയിട്ട് തല്ലുന്നു. 5-ാം അധ്യായത്തിൽ ഇതാ വീണ്ടും അവർ യേശുവിന്റെ നാമത്തിന് വേണ്ടി ശക്തിയോടെ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നു. പുരോഹിതന്മാരും ന്യായശാസ്ത്രിമാരും ഭയം വിറക്കുന്നു. അവർ പറയുന്ന ഒരു വാക്യം അവിടെയുണ്ട്: ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നു. അവർ സാമാന്യരും പഠിപ്പില്ലാത്തവരൊന്നും അവരറിഞ്ഞു. യേശുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നത് അവർ സാമാന്യർ, അവർ പഠിപ്പില്ലാത്തവർ. ഇന്നൊക്കെ പല ദൈവദാസന്മാരുടെയും പ്രസംഗവും അല്ലെങ്കിൽ ക്രിസ്തീയ പ്രസംഗത്തെക്കുറിച്ച് പലരും പഠിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ചിന്തിക്കാറുണ്ട്, യേശു വിളിച്ചത് ഡബിൾ എടുത്തവരെയാണ്. യേശു കർത്താവിന്റെ സുവിശേഷീകരണം ഏൽപ്പിച്ചത് വലിയ വിദ്യാഭ്യാസമുള്ളവരെ ഒന്നുമല്ല. പക്ഷെ ഇന്നത്തെ പ്രാസംഗികരെല്ലാം കൂടി ആമേൻ യേശുവിന്റെ സുവിശേഷീകരണം അത് ഡോക്ടറേറ്റും അത് ഡിഗ്രിയുമുള്ളവരുടെ മാത്രം സാഹചര്യമാക്കി മാറ്റി. കഴിഞ്ഞ ദിവസത്തെ ബൈബിൾ കോളേജിൽ പഠനത്തിന് വേണ്ടിയുള്ള ഒരു വിളിയുടെ ക്ഷണനത്തിന് വേണ്ടിയുള്ള ഒരു ന്യൂസ് ലെറ്റർ ഞാനിങ്ങനെ കണ്ടു. പ്രീ ഡിഗ്രി പാസ്സായവർ അഡ്മിഷന് തയ്യാറാകുക. ദൈവവചനം പഠിക്കാൻ ഇപ്പോൾ അത്യാവശ്യം +2 കഴിഞ്ഞവർ മാത്രം അങ്ങോട്ട് ചെന്നാ മതി, അല്ലാത്തവർ പഠിക്കണ്ട. എന്നാൽ ഞങ്ങളെപ്പോലെ മലയാള അക്ഷരം പോലും എഴുതാൻ അറിയാതിരുന്ന, അക്ഷര വിദ്യാഭ്യാസം പോലും ഇല്ലാതെ ഞങ്ങളെയും ഒക്കെ ദൈവം വിളിച്ച ആ വിളിയുടെ ശ്രേഷ്ഠത കഴിഞ്ഞ 24 വർഷമായി ഞങ്ങൾ അനുഭവിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദര, നിന്നെ ദൈവം വിളിച്ചത് ഞാൻ നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ്. പൗലോസിന്റെ പ്രസംഗത്തിനൊരു ഭാഗം ശ്രദ്ധിക്കണം. പ്രസംഗത്തിന്റെ ജ്ഞാനത്താൽ ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നു എന്നല്ല, പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, പക്ഷെ രക്ഷിക്കപ്പെട്ട നമുക്കോ അത് ദൈവശക്തിയാണ്. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, ഗ്രീക്കുകാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നിനക്ക് നാക്ക് തന്നിട്ടുണ്ടോ? വാ തുറക്കാൻ അവസരം തന്നിട്ടുണ്ടോ? ധൈര്യമായി യേശുവിനെ കുറിച്ച് പറ. നിന്റെ വിദ്യാഭ്യാസം അതൊരു വിഷയമല്ല. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. താമസമെന്ന തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ അവൻ വരുമെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചു പറ, നിന്നെ വിളിച്ചത് അതിനാണ്. നിന്റെ വിളിയെ ശ്രദ്ധിക്കണം. എഫേസ്യ ലേഖനം 1:18 നിന്റെ വിളിയെ മാത്രം നോക്കിയ പോരാ. 2 നിന്റെ വിളിയുടെ അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 നിങ്ങളുടെ വിളി നിങ്ങൾ അറിയണം. അവന്റെ ആശ നിങ്ങൾ അറിയാൻ വേണ്ടി. എന്താണ് ആശ? അവന്റെ ആഗ്രഹം. അവന് നിങ്ങളെ കുറിച്ചൊരാഗ്രഹമുണ്ട്. അവന് നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചൊരാഗ്രഹമുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവത്തിനൊരാഗ്രഹമുണ്ട്. അത് ശത്രുവിന്റെ ആഗ്രഹമല്ല, ദൈവത്തിന് നിന്നെ കുറിച്ചൊരാഗ്രഹമുണ്ട്. ഞാൻ ഒറ്റ ദൂത് പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കും.
ഈ ലോകത്തിലെ ഒരു മന്ത്രവാദിക്ക് നിന്നെ കുറിച്ച് രാശിയുണ്ട്. ഈ ലോകത്തിന്റെ ദുഷ്ടപിശാചിന് നിന്നെ കുറിച്ച് രാശിയുണ്ട്. എന്നാൽ സഹോദര, ദൈവത്തിന് നിന്നെ കുറിച്ച് രാശിയുണ്ട്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും, ദൈവത്തിന്റെ ആശ എന്തെന്ന് ദൈവം തെളിയിക്കും. ഒന്ന്, അവന്റെ വിളിയെ നീ ശ്രദ്ധിക്കണം. രണ്ട്, നിന്നെ വിളിച്ച ആ വിളിയുടെ ആശ എന്തെന്ന്, അവന്റെ ആഗ്രഹം എന്തെന്ന് തിരിച്ചറിയണം. മൂന്ന്, എഫേസ്യർ 4:1 എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ആ വിളിയുടെ പ്രത്യേകത എന്താണ്? കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്. അടുത്തത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം, നിങ്ങളെ വിളിച്ചിരിക്കുന്ന യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ. നിർത്തണമേ. ആ വാക്യം ഒന്ന് ശാന്തമായി ശ്രദ്ധിച്ച് നമ്മൾ അവസാനിപ്പിക്കാൻ പോകുക. നിങ്ങളുടെ വിളിയെ എന്തിനാ ദൈവം വിളിച്ചേ? നിങ്ങളെ വിളിക്ക് യോഗ്യനാക്കണം. നിങ്ങളെ വിളിച്ചവന് യോഗ്യനായി ജീവിക്കാനാ ദൈവം നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ വിളിച്ചത് ധാർഷ്ട്യമുള്ള ഒരാളല്ല, അഹങ്കാരം കാണിക്കുന്ന ഒരാളല്ല. ആ കഴുതക്കുട്ടിയുടെ പുറത്ത് വരുമ്പോൾ അവിടെ വായിക്കുന്നൊരു വാക്യമുണ്ട്, സിയോൻ പുത്രി, അവൻ സൗമ്യനായി കഴുതക്കുട്ടിയുടെ പുറത്ത് വാഹനമേറി വരുന്നു. അവൻ താഴ്മയുള്ളവൻ. അതുകൊണ്ട് ഫിലിപ്പി ലേഖനം, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെ താഴ്ത്തി. ആരും അവനെ താഴ്ത്തിയതല്ല, ആർക്കും അവനെ താഴ്ത്താൻ കഴിയില്ല. പക്ഷെ അവൻ സ്വയം താഴ്ന്നു. നിങ്ങളെ വിളിച്ചത് അവന് യോഗ്യമാവണ്ണം നടപ്പാനാണ്. ഇവിടത്തെ ഏതെങ്കിലും ഒരു ആക്ടേഴ്സിന് യോഗ്യമാവണ്ണമല്ല. നിങ്ങളെ വിളിച്ച വിശുദ്ധനായ ദൈവത്തിന് യോഗ്യമാവണ്ണം. എങ്ങനെ നടക്കണമെന്നാ പറഞ്ഞേ? യോഗ്യമാവണ്ണം. അടുത്ത വാക്യം, വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും. ഒന്ന് നിർത്തി വായിക്കണമേ. പൂർണ്ണ വിനയത്തോടും. ഒരു ദൈവ പൈതലിന് ഒരു വിനയം ഉണ്ടാകണം. എനിക്ക് തോന്നുന്നു ഈ കൊറോണ ഒരുപാട് പേർക്ക് വിനയം കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഒരു പിടി നോട്ടിന്റെ അഹങ്കാരം ഉണ്ടായവരൊക്കെ അതൊക്കെ വഴിയിൽ എറിഞ്ഞു കളഞ്ഞ് വിനയത്തിന്റെ മുഖം ധരിക്കാൻ തുടങ്ങി. രണ്ട്, സൗമ്യതയോടും. സൗമ്യത. എല്ലാവരും സൗമ്യരായി. പക്ഷെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, മനുഷ്യൻ ഇതൊന്നും കൊണ്ട് പഠിക്കില്ല. ഒരു ഫ്ലഡ് വന്നപ്പോ ഒരുപാട് സൗമ്യരായി. അത് കഴിഞ്ഞൊരു സുഖം വന്നപ്പോ അവര് വീണ്ടും ഭാവം മാറി. അടുത്ത കൊറോണ വന്നപ്പോൾ വീണ്ടും സൗമ്യരായി. പീഡനമില്ല, പിടിച്ചു പറയില്ല, കൊലപാതകങ്ങൾ കുറഞ്ഞു. ഇങ്ങനെ അങ്ങ് പോകുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കാം, മനുഷ്യൻ സൗമ്യനാകാൻ. പക്ഷെ ദൈവമക്കളെ, ദൈവം നമ്മെ വിളിച്ചത് ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രം സൗമ്യനാകുന്നതിന്. വളരെ വേഗത്തിൽ വാഹനം ഓടിച്ചു പോയി. ആ വാഹനം ഒരു ആക്സിഡന്റിൽപ്പെട്ട് കൈകാലുകൾ ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടന്നൊരു ചെറുപ്പക്കാരനെ കാണാൻ ചെന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, മരണം വരെ ഇനി ഞാൻ വേഗത്തിൽ വണ്ടി ഓടിക്കില്ല. കൃത്യം 3 മാസം കഴിഞ്ഞു, സൗഖ്യമായി, ആരോഗ്യം വീണ്ടെടുത്തു. അവൻ ആദ്യത്തിനേക്കാൾ വേഗത്തിൽ വാഹനം ഓടിച്ചു പോകുന്നത് ഞാൻ കണ്ടു. മറക്കും മനുഷ്യൻ, സാഹചര്യങ്ങൾ മറക്കും. അവസ്ഥകൾ വരുമ്പോൾ അവന്റെ ഹൃദയ നിലവാരം മാറും. പക്ഷെ നിന്നെ വിളിച്ചത്, എന്നെ വിളിച്ചത്, നമ്മെ വിളിച്ചത് അവന് യോഗ്യമാവണം. എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന്, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ. ഈ 3 കാര്യങ്ങൾ മറക്കരുത്. നമ്മെ
വിളിച്ചത് ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അവസാനമായി 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം എങ്ങനെയാ നമ്മുടെ വിളി ഒന്ന് ശ്രദ്ധിക്കണമേ. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാക്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി. അനുസരണമുള്ള മക്കളായി. ആ പദം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മളെ വിളിച്ചത് അടിമയായിട്ടല്ല, നമ്മളെ മക്കളായിട്ടാണ് വിളിച്ചത്. പത്രോസ് പറയാണ്, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. മതി. നിങ്ങളെ വിളിച്ച ആ വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും അവന്റെ മക്കൾ എന്ന പോലെ നമ്മൾക്ക് ആ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം വിശുദ്ധിയോടെ നമുക്ക് നടക്കാം, വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മളെല്ലാം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ സിന്ധു ഇപ്പോൾ പ്രാർത്ഥിക്കും. ചർച്ചിലെ എല്ലാ ദൈവമക്കളും കണ്ണുകളടച്ചാട്ടെ. കഴിഞ്ഞ കാലങ്ങളൊക്കെയും ദൈവം നമ്മെ പരിപാലിച്ചു, ദൈവം നമ്മെ സൂക്ഷിച്ചു. നമ്മളിൽ ഒരുത്തന് പോലും ഒരു ഹാനി വരാതെ ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവം നമ്മെ വഹിച്ചല്ലോ. ഈ ഞായറാഴ്ച പകലും തിരുവചനം കേട്ട നമ്മിലെല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം വെളിപ്പെട്ടു വരുവാൻ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്ന കർത്താവേ, വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. ഇന്ന് വിശുദ്ധ പകൽക്കാലം ദൈവമേ, നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ, അങ്ങയുടെ വിളി മനസ്സിലാക്കിക്കൊണ്ട് ഈ നാളുകളിൽ ഞങ്ങളുടെ സ്റ്റെപ്പുകൾ മുന്നോട്ട് വയ്ക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിദേശത്തും സ്വദേശത്തും ഒക്കെയുമായിരിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. അവരെല്ലാവരും ആയിരിക്കുന്ന സ്ഥാനങ്ങളില് അങ്ങയുടെ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കുമാറാകണമേ. കർത്താവ് അവരെ ബലപ്പെടുത്തുമാറാകണമേ. ഈ സാഹചര്യത്തിൽ തളർന്നു പോകാതെ വീണു പോകാതെ നിൽക്കുവാനുള്ള ഉയരത്തിലെ ബലവും ശക്തിയും ദൈവം അവർക്ക് കൊടുക്കണമേ. ഈ വചനത്തിലൂടെ ദൈവം അവരെ ആശ്വസിപ്പിക്കണമേ, കർത്താവ് അവരെ ബലപ്പെടുത്തണമേ. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ അവരെ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ വചനം ശ്രവിച്ച എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. കർത്താവേ, അങ്ങയുടെ വരവിന് വേണ്ടി ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. വിശുദ്ധിയിൽ ഞങ്ങൾ തികഞ്ഞു വരുവാൻ, ഈ ദിവസങ്ങളിൽ ദൈവത്തോട് കൂടുതലായി അടുക്കുന്ന ദിവസങ്ങളായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും ഞങ്ങൾക്ക് നന്മയ്ക്കായി നീ ചെയ്യുന്നുവല്ലോ, ഒരു ദോഷവും ഞങ്ങൾക്ക് ചെയ്യുന്നില്ലല്ലോ കർത്താവേ. അങ്ങയുടെ വലിയ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം, അങ്ങയുടെ വലിയ കരുണയ്ക്കായി നന്ദി കർത്താവേ. ദൈവം അവിടുന്ന് എല്ലാം ചെയ്തതുകൊണ്ട് സ്തോത്രം. നിന്റെ അഭിഷിക്തനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഇന്ന് വിശുദ്ധ പകൽ ദൈവം അനുഗ്രഹിക്കുമാറാകണം. സമാധാനം, സന്തോഷം എല്ലാം ദൈവജനത്തിന് കൊടുക്കണം. ആശീർവദിക്കും കർത്താവേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മാനവും മഹത്വവും അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സംസർഗവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച വിഷയത്തോടും നമ്മളായിരിക്കുന്ന എല്ലാവരോടും കൂടെ കർത്താവിന്റെ സാന്നിധ്യം കൃപയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യകാശവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശുവേ, വേഗം വരണമേ. God bless you. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. God bless you.